എല്ലാവർക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ജൂലൈ 12 മുതൽ ആരംഭിക്കുകയാണ്. ജൂലൈ 13 മുതൽ ആരംഭിക്കുകയാണ്. നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം, അതിൻ്റെ സർക്കുലർ നോക്കാം. പത്രക്കുറിപ്പ്: ഹയർ സെക്കൻഡറി +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ സമർപ്പണം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിനായി 2026 ജൂലൈ 13 രാവിലെ 10 മണി മുതൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് ജൂലൈ 13 മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള വേക്കൻസി ലിസ്റ്റും മറ്റ് വിവരങ്ങളും 2026 ജൂലൈ 13 രാവിലെ 9 മണിക്ക് അഡ്മിഷൻ വെബ്സൈറ്റായ hfcap.kerala.go.in പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്നാൽ നിലവിലുള്ള ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനത്തിന് ഹാജരാക്കാത്തവർക്കും നോൺ ജോയിനിങ് ആയവർ, പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതായത് നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയവർ, ഇപ്പോൾ മെറിറ്റ്, മാനേജ്മെന്റ്, അൺഎയ്ഡഡ്, കമ്മ്യൂണിറ്റി, സ്പോർട്സ് തുടങ്ങിയ കോട്ടകളിൽ ഏതെങ്കിലും കോട്ടയിൽ നിങ്ങൾ പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. മുഖ്യഘട്ടത്തിലെ 1, 2, 3 അലോട്ട്മെന്റുകളിൽ പ്രവേശനം ലഭിച്ചു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തില്ല, അഡ്മിഷന് വേണ്ടി ഹാജരായില്ല, നോൺ ജോയിനിങ് ആയി, അതായത് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടും എടുത്തില്ല, അങ്ങനെയുള്ളവർക്കും ഈ ഘട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഏതെങ്കിലും കോട്ടയിൽ, ഇപ്പം സ്പോർട്സ്, കമ്മ്യൂണിറ്റി, മാനേജ്മെന്റ്, അൺഎയ്ഡഡ്, മെറിറ്റ് പോലുള്ള കോട്ടകളിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷവും എല്ലാ അപേക്ഷകരും അപേക്ഷാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഓപ്ഷനുകൾ ഉൾപ്പെട്ട അപേക്ഷയിലെ ലോഗിൻ വിവരങ്ങൾ ഒഴികെയുള്ള ഏതൊരു വിവരവും തിരുത്തൽ വരുത്തുന്നതിന് സമയം അനുവദിച്ചിരുന്നുവെങ്കിലും പ്രസ്തുത അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിരുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷയിലെ പിഴവുകൾ തിരുത്തി വേണം അപേക്ഷ പുതുക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയങ്ങളിൽ നിങ്ങൾ ആദ്യം അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിങ്ങളുടെ അപേക്ഷ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് സമയത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്, അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സമയം അനുവദിച്ചിരുന്നു. ആ ടൈമിൽ എഡിറ്റ് ചെയ്യാത്തവർക്ക് അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടാതെ പോയവരും ഉണ്ടാകാം. അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടു പോയവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാം. മെറിറ്റ് കോട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റിനൊപ്പം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റും അപേക്ഷയും ക്ഷണിക്കുന്നതാണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കുവാനും മറ്റു വേണ്ട നിർദ്ദേശങ്ങൾ, സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കുകളുടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണെന്നും അറിയിക്കുന്നു ജോയിന്റ് ഡയറക്ടർ അക്കാഡമിക്കിന് വേണ്ടി. അപ്പോൾ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കുക. ഡീറ്റെയിൽ വിവരങ്ങളാണ് അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി മിസ്കൃത ഫോൺ സ്ക്രൈബ് ഫോട്ടോ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.